തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന വിജിലൻസ് കണ്ടെത്തലിൽ ജയിൽ DIG MK വിനോദ് കുമാറിനെതിരെയുള്ള നടപടിയിൽ സർക്കാർ തീരുമാനം ഇന്നുണ്ടാകും. ഗുരുതര കണ്ടെത്തലുകളുള്ള വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പ് ഇതുവരെ തുടർ നടപടി എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മനീഷ് മഹിപാൽ തിരുവനന്തപുരം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ്. ശരിക്കും ഈ വിനോദ് കുമാറിൻ്റെ കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്താണ് ഇങ്ങനെ മെല്ലെ പോകുന്നത്? കാരണം ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ പോരെ. ആരെ സംരക്ഷിക്കാനാണ് ഇയാൾക്കെതിരെ ഇങ്ങനെയുള്ള ഒരു ചെറിയ സമീപനം എടുക്കുന്നത്? ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചതുപോലെ ഒരു മെല്ലെപ്പോക്കുണ്ട്, അല്ലെങ്കിൽ MK വിനോദ് കുമാറിന് സർക്കാരിൽ വലിയ സ്വാധീനമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതിനു മുൻപ് നേരത്തെ വിയ്യൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടായിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ ഔഷധ സസ്യ കൃഷി നടക്കുന്ന സമയത്ത് അവിടെ വലിയ അഴിമതി ആരോപണം ഇയാൾക്കെതിരെ MK വിനോദ് കുമാറിനെതിരെ ഉണ്ടായി. ആ അഴിമതി തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനാണ്, കൈക്കൂലി വാങ്ങുന്നതാണ് എന്ന് നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ MK വിനോദ് കുമാറിനെ സംബന്ധിച്ച് തെളിയിച്ചതാണ്. അതിൻ്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയതാണ്. പക്ഷേ അന്ന് വിനോദ് കുമാറിനെ തേടിയെത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി ആയിരുന്നില്ല. പകരം വിനോദ് കുമാറിന് പ്രൊമോഷനോടുകൂടി തന്നെ ജയിൽ DIG ആയി സ്ഥലം മാറ്റവും ഒപ്പം തന്നെ പ്രൊമോഷനും ലഭിക്കുകയായിരുന്നു. അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. സർക്കാരിലും ആഭ്യന്തര വകുപ്പിലും വലിയ സ്വാധീനമുണ്ടെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ നേരത്തെ TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ അടക്കം പ്രതി കൊടിസുനിക്ക് ജയിലിൽ വേണ്ടവിധ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കാൻ സഹായിക്കുക. ഇനിയിപ്പോൾ സംശയിക്കുന്നത് ലഹരി വസ്തുക്കളടക്കം ജയിലിലേക്ക് എത്തിക്കാൻ ഇയാൾ അതിനുവേണ്ടി സഹായം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോഴെന്താ ജയിൽ വകുപ്പ് DIG ആയി നിൽക്കുകയാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ ഈ ജയിലിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം, പരോൾ നൽകാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജയിലിൽ കഴിയുന്ന തടവ് പുള്ളികളുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കൊടും ക്രിമിനലുകളിൽ നിന്നും പണം കൈക്കൂലിയായി വാങ്ങിയത്, അത് ഗൂഗിൾ പേ മുഖാന്തരം നൽകിയത് തെളിവായി വിജിലൻസിന് ലഭിച്ചതും ഇയാൾക്കെതിരെ നിലവിൽ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് നിർദ്ദേശിച്ചുകൊണ്ട് ശുപാർശ ചെയ്തുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറി. പക്ഷേ റിപ്പോർട്ട് കൈമാറി ഇപ്പോൾ ഏകദേശം ഒരു 3-4 ദിവസം പിന്നിടുകയാണ്. അപ്പോഴും പ്രാഥമികമായ നടപടികൾ പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് അത് ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിലേക്ക് എത്തും, മുഖ്യമന്ത്രി മുമ്പിലേക്ക് എത്തും. നടപടി ഇന്നോ നാളെ ഉണ്ടായേക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.